ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം, വെരി 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 സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്കാണത്. കാരണം ഒരു പരിപാടിൻ്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിൻ്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിൻ്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ട് അതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, എന്നെ അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിൻ്റെ കുറേ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം, കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എൻ്റെത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞ് പോയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എൻ്റെ നമ്പർ ഒന്നും ഇടേട്ടോ, ഞാൻ വെക്കാം ഇവിടെ. ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പം അത് എൻ്റെ ബാക്കി എൻ്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല. ഈ പറയുന്നത് പോലെ നിങ്ങളെ കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ DYSPനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ നോർമൽ, ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കുക, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യവുമല്ല, ഞാനത് നിഷേധിക്കുന്നുമില്ല. എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയില്ല, ഒരിക്കലും ഐ പ്രോമിസ് യു ദാറ്റ് ഞാനത് റിപ്പീറ്റ് ചെയ്യുകയില്ല. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എൻ്റെ പേര് മര്യാദക്ക് പഠിക്കാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇറ്റ്സ് ആൻ ഈസി വേർഡ്.
ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് എൻ്റെത്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോൺടാക്ട് നമ്പറോ എൻ്റെ ഫാമിലിയുള്ള ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടും. നിങ്ങൾക്ക് ചോദിക്കാം, എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എന്നെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടുമില്ല. ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത എൻ്റെ ന്യൂസ് അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ എനിക്ക് ഈ മാപ്രകളോട് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എൻ്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എൻ്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. എന്തെന്നെ ആവട്ടെ, ഞാനിപ്പം സ്റ്റേഷനിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോർമലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുമോ? ഇല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആരാണ് ഇതിൻ്റെ പിന്നിലെന്നും എന്താണെന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഓക്കെ. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട് സർക്കിൾ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ പല വീഡിയോസിൻ്റെ ഈ പറയുന്ന ന്യൂസിൻ്റെ താഴത്തും കണ്ടു. ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു ഓൾ. എന്നെ പേഴ്സണലി വിളിച്ചിട്ട് കൊലക്കുറ്റം ചെയ്തതുപോലെ നിന്റെ ഫോട്ടോ വരുന്ന കണ്ടു, പെറ്റി കേസൊക്കെ ഇപ്പം ന്യൂസ് ചാനലുകാർ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങിയല്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഹെൽനോസ് പാട്ടിയുടെ തല വെച്ചിട്ട് വീഡിയോ ചെയ്ത നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 5 വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, FIR ഇട്ടതാണത്. നിങ്ങൾ FIRന്റെ കോപ്പിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഇട്ടിട്ടുണ്ട്. എൽനോസ് പാട്ട വ്ളോഗർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്നൊന്നും പറഞ്ഞ കളയല്ലേ. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഐ ഡോണ്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ എന്തായിരുന്നു അതിൻ്റെ പേര്, FIR. ഞാൻ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എൻ്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വൾഗറായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര ചാനൽ അത് എടുത്തിട്ടു? എൻ്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എൻ്റെ മോർഫ് ചെയ്തിട്ടുള്ള, ഞാൻ ഓൾറെഡി എൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോസ്, ആ സൈറ്റിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെൽനോസ് പാട്ട അടക്കം 16ഓളം പെൺകുട്ടികളടക്കം ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ? അതെങ്ങനെയാണല്ലോ, അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള എൽനോസ് പാട്ട മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നെന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആൾ കാണുള്ളൂ. നല്ലതാണ്. അപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്. ഐ എം വെരി 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 സോറി. ഈ പറയുന്ന പോലെ വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും മദ്യപിച്ചിട്ട് ഞാൻ സ്റ്റിയറിംഗ് തൊട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അതല്ലാന്നോ അത് ന്യായീകരിക്കാനോ ഒരിക്കലും ഞാൻ തയ്യാറല്ല. അത് ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യില്ല. താങ്ക് യു സോ മച്ച്. എന്നെ വിളിച്ചു ചോദിച്ച ആൾക്കാരോടും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം ആബ്സല്യൂട്ട്ലി ഫൈൻ. ബിക്കോസ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എന്താണ് എന്നുള്ളത് അറിയാം. അതിനേക്കാൾ ഉപരി എന്നെ വീഡിയോസിൽ മാത്രം കാണുന്ന ഒരുപാട് പേർക്ക് എന്നെ അറിയാം എന്നുള്ളത് ഇങ്ങനെയുള്ള മാപ്രകളുടെ ഇങ്ങനത്തെ ന്യൂസിൻ്റെ താഴത്തുനിന്ന് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഐ ലവ് യു ഗൈസ്.